എവിടെ പെട്രോൾ പമ്പ് ദിവ്യ? എന്തിനും ഏതിനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ആട്ടവും പാട്ടുമായി നടന്ന പി ദിവ്യയെ മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല. പിണറായി ഭരണകാലത്ത് നവീൻ ബാബു കേസിൽ ചില വാർത്തകൾ വരുമ്പോൾ, അതും ദിവ്യയ്ക്ക് അനുകൂലമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ചിരിക്കുന്നൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഭയമല്ല, നമ്മെ നയിക്കേണ്ടത് ലക്ഷ്യമാണ്, സത്യമേവ ജയതേ, ഇന്നത്തെ സന്തോഷം എന്നൊക്കെ കുറിപ്പിട്ട് തകർക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പോൾ കമ്പനിയുടെ ഫേസ്ബുക്ക് നിശ്ചലമാണ്. അവിടെ വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. നവീൻ ബാബു മരണപ്പെട്ടിട്ടും ആ കുടുംബത്തെ വേട്ടയാടി പലതവണ ഫേസ്ബുക്കിൽ പല കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് ദിവ്യ. അമ്മയെയും ആ 2 പെൺകുട്ടികളെയും പലതവണ കീറി മുറിച്ചിട്ടുണ്ട് കണ്ണൂരിലെ ദിവ്യയുടെ ശിങ്കിടികൾ. നവീൻ കൈക്കൂലിക്കാരനെന്ന് പല ആവർത്തി ഇവരുടെ നെറികെട്ട നാവുകൊണ്ട് പറഞ്ഞിട്ടുമുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് തിരിച്ചടി കിട്ടിയപ്പോൾ ഒരു കൊലച്ചിരിയുമായി നിൽക്കുന്ന ദിവ്യയെ കേരളം വീണ്ടും കണ്ടു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. എന്നും പിണറായി ഭരണമായിരിക്കും എന്നും CBI അന്വേഷണം വരില്ല എന്നും സഖാത്തി കരുതി കാണും. ഇന്നത്തെ സന്തോഷമെന്ന് ഒരു കുറിപ്പിട്ട് എന്തേ സഖാത്തി ഇപ്പോൾ ഫേസ്ബുക്കിൽ വരുന്നില്ല എന്നുള്ള വലിയ ട്രോളാണ് ഉയരുന്നത്. ഒരു പാർട്ടി കുടുംബത്തോട് നെറികേട് കാണിച്ച പ്രസ്ഥാനമാണ് CPM. സർക്കാർ ആവശ്യപ്പെട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നായിരുന്നു നവീന്റെ കേസിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് CBI വ്യക്തമാക്കിയത്. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞ് പിണറായി സർക്കാർ ദിവ്യയെ രക്ഷിക്കാൻ കളിച്ചു. ഇന്ന് ഭരണം മാറി. പാർട്ടി കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ UDF സർക്കാർ രംഗത്ത്. വെറും രാഷ്ട്രീയ നാടകം കളിയല്ല, സത്യസന്ധമായിട്ടാണ് UDF സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നതെങ്കിൽ ദിവ്യ ഉൾപ്പെടെ ചിലർ അഴിക്കുള്ളിൽ കിടക്കും, ഒരു സംശയവും വേണ്ട. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നവീൻ പാതി വഴിയിൽ എത്തിയ ആ ഒരു സന്ദർഭം, അങ്ങനെ പാതി വഴിക്കെത്തിയ നവീൻ ബാബു എങ്ങനെ സ്വന്തം ക്വാർട്ടേഴ്സിൽ തന്നെ 1 മുഴം കയറിൽ തൂങ്ങിയാടി? ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം. തൂങ്ങിയതാണോ അതോ ആരെങ്കിലും തൂക്കിയതാണോ അതും അറിയണം. കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസാണിത്. കാരണം കേരള സമൂഹത്തിന്റെ പിന്തുണ, മനസാക്ഷി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ്. ആ 2 പെൺകുട്ടികൾക്കും അമ്മയ്ക്കുമൊപ്പമാണ്. നീതിക്ക് വേണ്ടി ഒരു സമൂഹം മുഴുവനാണ് ഇപ്പോൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത്. കുറെ മതിച്ചു പുളച്ചതല്ലേ ദിവ്യയും കൂട്ടരുമൊക്കെ. വല്ലാത്ത കോൺഫിഡൻസ് ആയിരുന്നു കേസിൽ നിന്ന് ഊരിപ്പോരുമെന്നൊക്കെ. ഭരണം മാറുമെന്നിവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുതൽ ദിവ്യയും ഒരു കൂട്ടം സഖാത്തികളും മാളത്തിൽ കയറിയതാണ്. കാരണം പാർട്ടിയുടെ തോൽവിക്ക് കാരണം ഈ സഖാത്തികളുടെ നാവാട്ടമാണെന്ന് പാർട്ടി യോഗങ്ങളിൽ വിമർശനം പച്ചയ്ക്ക് ഉയർന്നു വന്നിരുന്നു. ഒരു പൊടിക്ക് അടങ്ങെന്ന് പറഞ്ഞ് മുതിർന്ന നേതാക്കൾ തന്നെ ഈ സഖാത്തികളെ AKG സെന്ററിൽ പൂട്ടിയിട്ടതാണ്. ദിവ്യ, ആര്യ തുടങ്ങിയ ഒരു കൂട്ടത്തിന് മത്സരിക്കാൻ സീറ്റ് പോലും കൊടുത്തില്ല. എന്തിനേറെ ഇവരെ ആരെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പുറത്തേക്ക് അധികം ഇറക്കിയില്ല. ഇവർക്കെതിരെ വിവാദങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സീറ്റ് കൊടുത്തേനെ. കയ്യിലിരിപ്പ് കൊണ്ട് അതെല്ലാം സേച്ചിമാർ തന്നെ കൊണ്ട് തൊലച്ചതാണ്. ദിവ്യയ്ക്ക് കണ്ണൂരിലെ മുതിർന്ന സഖാക്കളുമായിട്ടെല്ലാം വലിയ ബന്ധമാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയുടെ ഉറ്റ ചങ്ങാതിയാണ് ദിവ്യ. കൂടാതെ PK ശ്രീമതിയുടെ വലങ്കൈയാണ്. നവീൻ ബാബു കേസിൽ കേരളം കണ്ടതാണല്ലോ ദിവ്യ എത്ര വലിയ ആളാണ് എന്നും അത്ര ചെറിയ മീനല്ല എന്നും. കാരണം പോലീസ് PP ദിവ്യയെ കയ്യാമം വെക്കാൻ പോലും ഒന്ന് വിറച്ചു. കൺമുന്നിലൂടെ ദിവ്യ തേരാപ്പാര നടക്കുമ്പോഴും പോലീസ് കോടതിയിൽ പോയി പറഞ്ഞത് ഒളിവിലാണ് എന്നായിരുന്നു. ഇതേ ദിവ്യ BP കൂടി വീണപ്പോൾ പോലീസ് പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതായത് കാവൽക്കാരായി പോലീസ് നിൽക്കുന്ന കാഴ്ച. ഒടുക്കം കോടതിയിൽ നിന്ന് നിരന്തരം വിമർശനം കേട്ടപ്പോൾ പോലീസിന് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ പാർട്ടി ഓഫീസിൽ പോയി കരയുകയായിരുന്നു, ദിവ്യയെ ഒന്ന് അറസ്റ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഒടുക്കം ദിവ്യ കീഴടങ്ങുന്നതല്ല, പോലീസ് ദിവ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ചയായിരുന്നല്ലോ നമ്മൾ കണ്ടത്. അങ്ങനെ ഏതോ വലിയ മികച്ച പ്രവൃത്തി ചെയ്തതുപോലെ ദിവ്യ മുന്നേ നടക്കുന്നു, പോലീസുകാർ ഓച്ചാനിച്ച് പിന്നാലെ നടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പിണറായി വിജയന്റെ ഒരു ഭരണകാലത്ത് ഒരു ക്രിമിനലിന് കിട്ടിയ പ്രിവിലേജ് ആണ്, ഒന്ന് ഓർത്തു നോക്കണം. മറ്റൊന്ന്, പോലീസ് ദിവ്യയെ പിടിച്ചുകൊണ്ടുപോയി പിന്നീട് ജയിലിലേക്ക്, കോടതി പറഞ്ഞു റിമാൻഡ് ചെയ്യാൻ പറഞ്ഞു, ജയിലിലേക്ക് ദിവ്യ സഖാത്തി പോകുന്നു.
അന്ന് കണ്ണൂരിലെ നേതാക്കളെല്ലാം ഇരച്ചിറങ്ങി ജയിലിന് മുന്നിൽ പോയി കാവല് നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതായത് ദിവ്യ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ PK ശ്രീമതിയുടെയൊക്കെ ഒരു കരച്ചിലെന്ന് കാണണമായിരുന്നു. മികച്ച ഒരു പ്രവർത്തകയാണ്, നേതാവാണ് അവൾ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് കാണാൻ കഴിയുന്നില്ല, വല്ലാത്ത വിഷമമാണ് എന്ന്. തൊട്ടിപ്പുറത്ത് ഇതേ ശ്രീമതിയും മറ്റ് CPM-ന്റെ നേതാക്കളും ഓർത്തോ, ഒരു നാഥനെ നഷ്ടപ്പെട്ട ഒരു കുടുംബം കരഞ്ഞ് തളർന്നിരിക്കുന്നത്. പാർട്ടി കുടുംബമായിരുന്നു. അവരുടെ കണ്ണീരൊപ്പാനും അവരെ ചേർത്ത് പിടിക്കാനും ഈ CPM-കാർ ആരും പോയില്ല. MV ഗോവിന്ദൻ ആ കുടുംബത്തിന് ആ വീട്ടിൽ പോയി ചെന്ന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, പാർട്ടി ഒപ്പമുണ്ടെന്ന്. ആർക്കൊപ്പമായിരുന്നു പാർട്ടി എന്ന് പിന്നീട് കേരളം കണ്ടു. PP ദിവ്യ എന്ന ക്രിമിനലിനൊപ്പം. ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന PP ദിവ്യയെ ആനയിക്കാൻ വേണ്ടി PK ശ്യാമളയും ഗോവിന്ദനും ഒക്കെ എഴുന്നള്ളുന്ന കാഴ്ചയും നമ്മൾ കണ്ടതായിരുന്നു. ഇവിടെ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഈ കേസിന്റെ എല്ലാ വശങ്ങളിലേക്കും CBI അന്വേഷണം ശക്തമാക്കി കഴിഞ്ഞാൽ കണ്ണൂരിലെ ഒരു കൂട്ടം CPM ക്രിമിനലുകൾ, അതായത് പല വഴിക്ക് ഇതുപോലെയുള്ള പെട്രോൾ പമ്പും അനധികൃത പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു കൂട്ടത്തിന് പിടിവീഴും. ചിലരുടെയൊക്കെ ബിനാമികൾക്കുൾപ്പെടെ ആയിരിക്കും കൈവിലങ്ങ് വീഴാൻ പോകുന്നത്. പെട്രോൾ പമ്പിന്റെ അംഗീകാരത്തിനായി ADM നവീൻ ബാബുവിന് കൈക്കൂലി നൽകി എന്ന പരാതി നൽകിയ TV പ്രശാന്തിനെ മുൻപരിചയമില്ല എന്ന് ഈ PP ദിവ്യ അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇവിടെ ഏറ്റവും വലിയ സംശയം ഉടലെടുത്തിരിക്കുന്നത്, അതായത് ജില്ലാ പഞ്ചായത്തിന്റെ നിക്ഷേപക ഹെൽപ്പ് ഡെസ്കിൽ വന്ന അപേക്ഷകൻ മാത്രമായിരുന്നു പ്രശാന്ത് എന്നായിരുന്നു ദിവ്യ വ്യക്തമാക്കിയത്. അല്ലാതെ പ്രശാന്തുമായിട്ട് തനിക്ക് വലിയ മുൻപരിചയം ഒന്നും ഇല്ല എന്ന് പറയുകയായിരുന്നു. NOC ലഭിക്കാതെ വന്നപ്പോൾ സഹായത്തിനായി ADM-മായി ബന്ധപ്പെടുക മാത്രമാണ് ചെയ്തത്. NOC നൽകാൻ നവീൻ ബാബു പണം വാങ്ങിയെന്നും അക്കാര്യം പ്രശാന്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നവീൻ ബാബുവിനോട് ചോദിച്ചതെന്നും ദിവ്യ ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്തിനെ കേസിൽ പ്രതി ചേർക്കണമെന്ന് അന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അതായത് പ്രശാന്തിൽ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. ദിവ്യ പറയുന്നു പ്രശാന്തുമായിട്ട് അങ്ങനെ അടുപ്പമൊന്നുമില്ല, അയാൾ ഒരു പരാതി പറഞ്ഞതിന്റെ പേരിലുള്ള അടുപ്പമാണെന്ന്. അങ്ങനെ ഒരു മുൻപരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് അയാൾ എൻ്റെ കയ്യിൽ നിന്ന്, നവീൻ ബാബു എൻ്റെ കയ്യിൽ നിന്ന്, ADM ആയിട്ടിരുന്ന നവീൻ ബാബു എൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന് പറയാൻ മാത്രമുള്ള ബന്ധം എന്താണ്? അതുപോട്ടെ, ഒരു രാഷ്ട്രീയ പ്രവർത്തക ആയതുകൊണ്ട് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നത് കൊണ്ട് പോയി പരാതി കൊടുത്തതാന്ന് പറയാം. പക്ഷെ പിന്നീട് എന്ത് ശുഷ്കാന്തിയായിരുന്നു ദിവ്യ കാണിച്ചു കൂട്ടിയത്? വിളിക്കാത്ത ഒരു ചടങ്ങിലേക്ക് ചെന്ന് നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്നു. അതും ഒരു ക്യാമറാമാനെയും കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ച് അത് വൈറലാക്കുന്നു. ഇത് കൂടാതെ ഇതും പോട്ടെ, ഈ പറയുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന അയാൾ, അതായത് ഈ പെട്രോൾ പമ്പിന് വേണ്ടി NOC ആവശ്യപ്പെട്ട് രംഗത്തേക്ക് വന്ന പ്രശാന്തൻ എന്ന് പറയുന്ന അയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ എന്തിനാണ് PP ദിവ്യയോട് വന്ന് പരാതിപ്പെടുന്നത്? PP ദിവ്യയാണോ അവിടുത്തെ വിജിലൻസിനെ കൊണ്ട് പരാതി കൊടുക്കാമായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിന് പ്രശാന്തൻ കൈക്കൂലി കൊണ്ട് കൊടുക്കുന്ന ആ ഘട്ടത്തിൽ വിജിലൻസ് പൊക്കുമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ദിവ്യയോട് പോയി പരാതി പറയുന്നു. ദിവ്യ അങ്ങ് കണ്ണൂരിന്റെ വലിയ ആളാണല്ലോ, അതുകൊണ്ടായിരിക്കും ദിവ്യയോട് പോയി പറഞ്ഞത്. ഇതേ PP ദിവ്യ പിന്നെ ഇവരുടെ നാവിൽ നിന്ന് വന്ന ഒരു പിഴവാണ്. അതായത് ഞാൻ ഈ പ്രശാന്തനോട് പറഞ്ഞു എനിക്ക് മാത്രം പരാതി തന്നാൽ പോരാ, മുഖ്യമന്ത്രിക്കും കൂടി ഒരു പരാതി അയച്ചേക്കാൻ. അന്ന് പ്രശാന്തൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി അയച്ചു എന്ന്. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വ്യക്തമാക്കേണ്ടി വന്നു അങ്ങനെ ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടില്ല എന്ന്. അതോടെ തേഞ്ഞൊട്ടി ഈ പറയുന്ന പ്രശാന്തനും ദിവ്യയും തമ്മിലുള്ള ഒത്തുകളികൾ. പ്രശാന്തനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് PP ദിവ്യയ്ക്കുള്ളത് എന്ന് ഈ കേസിന്റെ പല ഘട്ടത്തിൽ പല തവണയായി പുറത്തേക്ക് വന്ന വിവരമാണ്. അങ്ങനെയാണ് ഈ PP ദിവ്യയുടെയും ദിവ്യയുടെ ഭർത്താവിന്റെയും ബിനാമിയാണ് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആളെന്ന് ആരോപണങ്ങൾ വന്നതാണ്. ഇത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് ഈ പ്രശാന്തൻ. അയാൾക്കാണ് 1 കോടി മുടക്കി ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇയാൾക്ക് എങ്ങനെയാണ് ഇത്രയും തുക കിട്ടിയത്? അത് അന്വേഷിക്കണ്ടേ? ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ പ്രശാന്തൻ പറഞ്ഞത് നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നാണ്. എന്നാൽ നവീൻ ബാബുവിനെ പിന്തുടർന്ന് ഇയാൾ പിന്നാലെ പോയിട്ടുണ്ട്. നവീന്റെ ക്വാർട്ടേഴ്സിന്റെ പകുതി വരെ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിലേക്ക് കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ നവീൻ ബാബുവും ഈ പറയുന്ന പ്രശാന്തനും തമ്മിൽ എവിടെങ്കിലും നിന്ന് സംസാരിക്കുന്നതിന്റെയോ തമ്മിൽ കണ്ടതിന്റെയോ
ഒരു ദൃശ്യങ്ങളും എവിടെയും കിട്ടിയിട്ടില്ല.